ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യാത്രയിലെല്ലാം കൊണ്ടുപോകാൻ പറ്റിയൊരു ചോറ് തയ്യാറാക്കാം. ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്കയും 2 ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. അതിലേക്ക് 4 വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. ഇനി നമുക്ക് ആവശ്യം അണ്ടിപ്പരിപ്പും മുന്തിരിയും നിലക്കടലയാണ്. വളരെ കുറച്ച് മതി. ഇപ്പോൾ ചേർത്തത് അണ്ടിപ്പരിപ്പാണ്. മുന്തിരിയും. ഇതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നിലക്കടലയും ചേർത്ത് ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മിക്സിയിൽ 3 തക്കാളി, ഒരു വല്യുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മുഴുവനായിട്ട് വേണം, കുറച്ചധികം വേണം. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇത് സാദാ പൊന്നി അരിയിലും ഉണ്ടാക്കാം, കയമ അരിയിലും ഉണ്ടാക്കാം. ഞാനിവിടെ കയമ അരിയാണ് യൂസ് ചെയ്തത്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുക. അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അര സ്പൂൺ മല്ലിപ്പൊടി. മസാലകളെല്ലാം മണം മാറുന്നത് വരെ വഴറ്റുക. അര സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അരി അളന്ന അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇടാം. വെള്ളം അളക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒഴിച്ചത് ലെമൺ ജ്യൂസാണ്. വളരെ ടേസ്റ്റിയായ ചോറ് റെഡി. ഇനി അതിലേക്ക് മല്ലിയില ഇടുക. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. 1 സ്പൂൺ വിനീഗറും ചേർക്കുക. എല്ലാം കൂടെ നല്ലപോലെ കുഴക്കുക.
മത്തിയാണ് ഞാൻ പൊരിക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ പെരക്കി വയ്ക്കുക. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. വളരെ ടേസ്റ്റിയായ ചോറും മീൻ വറുത്തതും റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.